ഇന്നലെ ഒരു അച്ഛനോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് കിഡ്നിയുടെ അസുഖമാണ്. എന്നോട് പറഞ്ഞ മൂത്രം പോണില്ല. അപ്പം ഞാനിപ്പോൾ ആരാധനയിൽ അതാണ് ഓർത്തത്. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ആ അച്ഛനെ ഓർത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ കിഡ്നി രോഗികളത്ത് അനേകം മക്കളുണ്ട്. അവർക്കെല്ലാം ഉറക്കമില്ലാത്തവരുണ്ട്, ശരീരം ചൂടാകുന്നവരുണ്ട്, കരൾ രോഗികളുണ്ട്, ഹൃദയ രോഗികളുണ്ട്. ഇന്നലെ ഒരു പോലീസുകാർ ഇൻസ്പെക്ടർ വന്നായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെല്ലാം കുഞ്ഞു പിള്ളേരൊക്കെ വലുതായി വരിക, പഠിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ അസുഖമാണ്. ഞാൻ കുറേ നേരം മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ച് അച്ഛൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് വിടുന്നത് ഉടമ്പടിത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അടുത്തറിയുന്ന പൂശുന്നത് സൈത്താണ്. അത് മെത്രാനച്ഛൻ വ്യഞ്ചരിച്ച് ഞങ്ങൾ അച്ഛന്മാരെല്ലാം 100 അച്ഛന്മാർ ഒരുമിച്ച് വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച് കുർബാന ചൊല്ലി ചെയ്യണതാണ്. കൂദാശകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അത് രോഗശാന്തിക്ക് ഉപയോഗിക്കാവുന്ന സഭയുടെ നിയമമുണ്ട്. രോഗശാന്തിക്ക് ഉപയോഗിക്കുക. അത് ഇൻഫർമറി അതിൻ്റെ അകത്തൊരു സൈത്ത് അതിനു വേണ്ടിയുള്ളതാണ്. അപ്പം അതാണ് പൂശണത്. എന്നിട്ട് പൂശണത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ ഇവിടുന്ന് സുഖപ്പെട്ട് പോകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം അമ്മ ഇതിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പകുതി അമ്മയുടെ കാര്യം തന്നെയാണത്. എന്താ കാര്യം? അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7-ാം തീയതി സമയഘടികാരം നെഞ്ചിലേറ്റി പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് സഭ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അർത്ഥം അറിയണം, അത് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം, സഭയിലത് പ്രചരിപ്പിക്കണം, ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റണം. അതിനുവേണ്ടി അമ്മ നിങ്ങളെ സുഖപ്പെടുത്തും. ആ മകൾ എന്താ ചെയ്തിരിക്കണത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് നമ്മുടെ മാത്രം ആവശ്യമല്ല ഇത്. ആരെന്താണ്? അമ്മയുടെ കൂടി ആവശ്യമാണ്. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. അപ്പം ഇന്നലെ പറഞ്ഞ പ്രജിത എലിസബത്ത് എന്താ ചെയ്തിരിക്കുന്നത്? ആ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? പ്ലെയിനെ കയറുമ്പോൾ 138 കിലോ, 35 കിലോ കഴിഞ്ഞാൽ 3 കിലോ കൂടുതലാണ്. 3 കിലോ മാറ്റണം. അപ്പോൾ എല്ലാവരുടെയും 3 കിലോ 35 മക്കളുടെ എറിഞ്ഞു കളഞ്ഞെത്തി കയറ്റുകയാണ്. അവർ മാറ്റുവേ. നമുക്കറിയാമല്ലോ, ഇങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ. അപ്പം ഹാൻഡ് ബാഗിൽ 8 കിലോ ഇരിക്കണം. ഹാൻഡ് ബാഗിൽ ഒരു 3-4 കിലോ കഴിഞ്ഞാൽ പിന്നെ അവരെടുത്ത് മാറ്റിക്കളയും. അപ്പോൾ ഇവരെന്താ ചെയ്യണത്? പ്ലെയിനിൽ ഹാൻഡ് ബാഗിലിരിക്കണതും അതുപോലെ തന്നെ കാരേജിന് വിടാനുള്ള സംഭവം മുഴുവൻ എടുത്തിട്ട് ബാക്കി 9 പേരുടെ എടുത്ത് മാറ്റുമ്പോൾ ഇവർ ചുമ്മാ ഇരിക്കുകയാണ്. എന്താണ്? കസ്റ്റംസ് ഓഫീസർ അമ്മ ഇരിപ്പുണ്ടെന്നാണ് അവൾ പറയണത്. എന്താ കാര്യം? എൻ്റെ കയ്യിൽ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ഉണ്ടെന്ന്. ദിസ് ഈസ് ദ ഫെയ്ത്ത്. നോ, കസ്റ്റംസിൻ്റെ ഓഫീസിൽ അമ്മ ഇരിപ്പുണ്ട്, കൃപാസന അമ്മ ഇരിപ്പുണ്ട്, സാരിയൊക്കെ ചുറ്റി അവിടെ ഇരിപ്പുണ്ട്. എന്താ കാര്യം? എൻ്റെ കയ്യിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടെന്ന്. ദിസ് ഈസ് ദ ഫെയ്ത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ അത് ചെയ്യണതിന് ഞാൻ മാറ്റത്തില്ല. എന്താ കാര്യം? അമ്മ ഈ മേഖലയിലെല്ലാം ഉണ്ട്. അമ്മയാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്. പ്രജിത എലിസബത്തിൻ്റെ സാക്ഷ്യം വെട്ടിക്കെട്ടാകണത് അങ്ങനെയാണ്. അവരുടെ വിശ്വാസം എങ്ങനെ? ഇപ്പോൾ നമ്മൾ 10:8 വായിച്ചില്ലേ? എന്താണ്? രക്ഷ സമീപസ്ഥമാണ്. എന്ത് വിഷയമായാലും, കസ്റ്റംസിൽ നിന്ന് ഈ കാർഗോ കൊണ്ടുപോകുന്ന വിഷയമായാലും അതിൻ്റെ വിടുതൽ സമീപസ്ഥമാണ്. എങ്ങനെ വിടുതൽ? അതിൻ്റെ അതിരത്തിലുണ്ട്. എന്ത് ചെയ്യണം? അത് നീ ഏറ്റുപറയണം. അവരുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. 28 പ്രാവശ്യമൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ചൊല്ലിയ സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പം ഇതുപോലെ പ്രജിത എലിസബത്തിൻ്റെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അവൾ പറയണത്, ഞാൻ 2002 BSc നേഴ്സായിട്ട് പാസ്സായത്, പ്രൊഫഷണൽ പാസ് ഔട്ടായത് 2002. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ വിദേശത്ത് ജോലി ചെയ്യാനും അവിടെ ചെയ്യാനും നാട്ടിൽ ജോലി ചെയ്യാനും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ 2020 ഫെബ്രുവരി 2-ാം തീയതി, ആ സമയം 9 മണി മുതൽ എൻ്റെ ക്ലേശങ്ങൾ മാറിയെന്ന്. അതെന്താണ്?
അവൾ ഉടമ്പടി പത്രം ആദ്യമായിട്ട് കൈ മേടിച്ച സമയമാണ്. സി, ദിസ് ഈസ് ദ വേ ദ പീപ്പിൾ ആർ സ്പീക്കിംഗ് ഔട്ട് ദെയർ ടെസ്റ്റിമണി. എന്നുവെച്ചാൽ അയാൾ പറഞ്ഞത്, ഈ 2002 പാസ് ഔട്ടായ എനിക്ക് ഒരു ഗതിയും പരഗതിയും കിട്ടിയില്ല. ഒരു നേഴ്സെന്ന നിലയിൽ വിദേശത്ത് ജോലി കിട്ടാനുള്ള എൻ്റെ വയസ്സും കഴിഞ്ഞു. 41 വയസ്സായിരുന്നു. 41 വയസ്സായി. അപ്പോൾ ഇവിടെ വയസ്സങ്ങ് കൂടിയിരിക്കുന്ന ആൾക്കാരൊന്നും പേടിക്കേണ്ട കാര്യം. ഇവിടെ വയസ്സും കാലവും പ്രായവും എല്ലാം സമയത്തിൻ്റെ മാതാവിനെ ഏൽപ്പിച്ചാൽ മതി. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. എല്ലാ മക്കളുടെ നിയോഗങ്ങളുടെ മേൽ സമയബന്ധിതമായിട്ട് അവിടെ നമിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അങ്ങനെ പറയണത്? ഈ 18 കൊല്ലം ഇവൾ എവിടെയായിരുന്നു? ബൈബിൾ എപ്പോഴും പറയവേ 18 കൊല്ലം ഒരു പിശാച് ബാധിച്ച് കൂനിയായിപ്പോയിരുന്ന ഒരു സ്ത്രീ കർത്താവ് തൊട്ടപ്പോൾ അവൾ നിവർന്ന് നിന്നെന്ന് കൈയിടിച്ച് കർത്താൻ ശ്രുതികടലിൽ 2002 പാസ് ഔട്ടായ ആളാണ്. 2002 പാസ് ഔട്ടായ ആളാണ്. 2020 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് 9 മണിക്കാണ് ഞാൻ നിവർന്ന് നിന്നതെന്ന്. എനിക്ക് ഉടമ്പടി പത്രിക കിട്ടിയതേ ഉള്ളേ. ആ സമയമാണ് അവൾ പറയണത്. 9 മണിക്ക് എനിക്ക് പത്രിക കിട്ടിയെന്നാണ്. പത്രിക മേടിക്കുമ്പോൾ സൂക്ഷിക്കണേ, അമ്മ തരണതാണ്. ഞങ്ങൾ ഓഫീസിൽ തന്നതേ ഉള്ളൂ. കാര്യം പ്രാർത്ഥന അമ്മ തന്നതല്ലേ. അപ്പം എങ്ങനെ പത്രിക ഞങ്ങൾ തരണത്? പത്രിക വേളാങ്കണ്ണി പള്ളിയിൽ ഞങ്ങൾ 90 ജപമാല ചെല്ലിയതിന് എൻ്റെ 90 ജപമാല 72 ജപമാല ചൊല്ലി തീർത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വിജയകുമാർ പറഞ്ഞു, ബിസിനസ് അമ്മ എഗ്രിമെൻ്റ് എന്ന് പറയണം. ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് നിങ്ങളുടെ ബിസിനസ് ടേമാണ് അമ്മ, അതായിരിക്കത്തില്ല ഉദ്ദേശിച്ചത്, ഇപ്പം പറയാമെന്ന് പറഞ്ഞു. നേരെ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ പള്ളി മുട്ടുകുത്തി വേറെ 4 കൊന്ത ചെല്ലി. അപ്പോൾ വിജയകുമാറിനൊരു പേപ്പർ എടുത്ത് ഞാൻ കൊടുത്ത്, ഈ പേപ്പർ നിങ്ങൾ അമ്മ ഇനിയും പഴയ കാര്യങ്ങൾ എഴുതി വെച്ചേക്കാൻ പറയും. ഞാനൊരു പേപ്പർ എടുത്തിട്ട് കിഴക്കോട്ട് പോയി മലയാളം പള്ളിയിലാണ്, വേളാങ്കണ്ണിയില്ല. വേഗമാതാവിൻ്റെ മുമ്പിൽ നിന്ന് വെച്ചാൽ 4 കൊന്ത ചെല്ലി. അപ്പോൾ എന്നോടൊക്കെ കുറേ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അനുഗ്രഹമെല്ലാം എഴുതിക്കൊണ്ടുവന്ന് ഞാൻ വന്ന് 4 കൊന്ത കഴിഞ്ഞ് തിരിച്ചു വന്ന് വിജയകുമാറിൻ്റെ പേപ്പർ മേടിച്ചപ്പോൾ പറഞ്ഞ് മുഴുവനും പുള്ളി മ്ലാനവതനായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? പുള്ളിയോട് പറഞ്ഞാൽ മുഴുവൻ പാപമാണ്. വ്യഭിചാരം, കൊള്ള, കൊലപാതകം, വഞ്ചന, അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന അബോർഷൻ, വിവാഹമോചനം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൂദാശയെ ആക്രമിക്കുന്ന രോഗങ്ങളാണ് എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛനെന്താ കിട്ടി? ഞാൻ പറഞ്ഞു എനിക്കെല്ലാ അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ത് ഇങ്ങനെ വന്നത്? ആ കോട്ടി വെച്ചപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞത് ഒറ്റ സെക്കൻഡാണ് ഉടമ്പടി ഉണ്ടായത്. എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഐസയ്യാ 1:18. എന്താണ്? അതാണ് ഉടമ്പടി. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാ അഭിഷേകം ചെയ്യണത്. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്ന് പറഞ്ഞേ. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം. ഐസയ്യാ 1:18. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എന്നിട്ട് പറഞ്ഞേ, അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വാസന ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തിൻ്റെ ഒരു അവസ്ഥ എപ്പോഴും ഉടമ്പടിയിലുണ്ടാകും. മനസ്സിലായില്ലേ? അനുഗ്രഹം പ്രാപിക്കുന്നത് എപ്പോഴാണ്? അനുദപിക്കുമ്പോഴാണ്. അനുതാപം പ്രാപിക്കുന്നത് എപ്പോഴാണ്? അനുദപിക്കുമ്പോഴേ. ഇപ്പം 2 സംഭവം ഇങ്ങനെയാണ്. 2 ഏറ്റുപറച്ചിലാണ് എല്ലാം ഇരിക്കുന്നത്. ഒറ്റ ഏറ്റുപറച്ചിൽ. ഇപ്പോൾ റോമ 10:8 അനുസരിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? രക്ഷ നിങ്ങളുടെ അധരത്തിലാണ് ഇരിക്കുന്നത്. വചനം എന്ന് പറയുന്നത് ആരാണ്? യോഹന്നാൻ 1:14 വചനം അല്ലേ? റോമ 10:8 എന്താ പറഞ്ഞിരിക്കുന്നത്?
രക്ഷ നിങ്ങളുടെ അധരത്തിലാണ്. നിങ്ങളത് എന്ത് ചെയ്യണം? അത് അധരം കൊണ്ട് 10:9 അനുസരിച്ച് കൊണ്ട് ഏറ്റു പറയണം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കാ 2:30 എന്താണ്? ഈശോ. അതിന് എന്താണ് അതിനെന്താ ലൂക്കാ 2:30 രക്ഷ എന്ന വാക്യം ഈശോയ്ക്ക് തത്സമമോ തത്ഭവമാണ്. അതിനെന്താണ് യോഹന്നാൻ പറയണത്? പൗലോസ് അപ്പോസ്തലൻ പറയണത് 8:10-8 വചനം നിങ്ങളുടെ അധരത്തിലാണ്. രക്ഷയ്ക്ക് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? വചനം, അല്ലേ? വചനം നിങ്ങളുടെ അധരത്തിലാണ്. ഈശോ നിങ്ങളുടെ അധരത്തിലാണ്. ആ വചനം നിങ്ങളുടെ അധരത്തിലാകുമ്പോഴേ അതിനെക്കുറിച്ച് യോഹന്നാൻ എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? യോഹന്നാൻ 1:14. ഇപ്പൊ വചനം എന്ന് പറയുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പോഴും നമ്മൾ റോമ 10:8 കാണുന്ന വചനം നിങ്ങളുടെ അധരത്തിലാണ്. അത് തന്നെയാണ് വിശുദ്ധ ലൂക്കാ 2:30 കാണുന്ന രക്ഷ. എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതെവിടെയാണ്? നിങ്ങളുടെ അധരത്തിലാണ്. ആ രക്ഷ ആരാണെന്നാണ് വിശുദ്ധ യോഹന്നാൻ 1:14 പറയണത്? വചനം, ക്രിസ്തു, ഈശോ, കർത്താവ്, ദൈവം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ നമ്മുടെ ഇടയിലുള്ള വസിപ്പാണ് പെട്ടെന്നൊക്കെ ഇടിമിന്നൽ പോലെ. എന്താ വെച്ചാൽ മെനിയെന്ന് സാക്ഷ്യം പറഞ്ഞ, കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞ മോള് പറഞ്ഞതേ, ഞാൻ കൃപാസനം കണ്ടിട്ടില്ല, ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഇനി ആലപ്പുഴത്തേനെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അവളുടെ ഗർഭപാത്രം മുറിച്ചു കളയാൻ പറഞ്ഞിരിക്കുക. വൈദ്യശാസ്ത്രത്തിൻ്റെ ലാസ്റ്റ് വെർഡിക്റ്റാണ്. ഉള്ള ഗർഭപാത്രം മുറിച്ച് കളയുക. വളരെ ചെറുപ്പമുള്ള സ്ത്രീയാണ്. അപ്പം അവൾക്ക് തോന്നി അവരുടെ അമ്മ ഉടമ്പടി ചെയ്തായിരുന്നു, അമ്മയും ചെയ്തായിരുന്നു, അമ്മായിയമ്മയും ചെയ്തായിരുന്നു. അമ്മയും അമ്മായിയമ്മയും കൂടി ഇവിടെ നിന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയ തൈലം ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിനിൽ കൊണ്ടുപോകും. പക്ഷെ ഇവക്കറിയത്തില്ല എന്താണെന്ന്. ഇവൾ വെളിച്ചെണ്ണ എണ്ണെന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് വെളിച്ചെണ്ണ, ഇത് ശുദ്ധമായ ഉടമ്പടി തൈലം പൗരോഹിത്യ വിധിപ്രകാരം കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 12 പ്രാവശ്യം 12 തരം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നേർച്ച വസ്തുക്കളെ ആശീർവദിക്കണത്. അവൾക്കറിയത്തില്ല അത്. പക്ഷേ അവൾക്കറിയത്തില്ല എന്നുണ്ടെങ്കിലും അവളത് വിശ്വാസത്താൽ കർത്താവിനെ ഓർത്തിട്ടാണ് ചെയ്യണമെന്ന് ഈശോക്കറിയാവല്ല. ആർക്കെങ്കിലും ഒരാൾക്കറിഞ്ഞാൽ മതി, ആർക്കെങ്കിലും ഒരാൾക്കറിഞ്ഞാൽ മതി. വിശ്വാസം ഒരു വ്യക്തി പ്രഖ്യാപിക്കുമ്പോഴേ ആ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വ്യക്തിക്ക് അറിയത്തില്ലെങ്കിലും അതറിയാവുന്ന ദൈവം നിന്നെ അതിൻ്റെ അടയാളം കാണിക്കും. എന്താണെന്നറിയാം, അവൾ ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അത് പ്ലെയിനിൽ കുറേ നാളെ കാണിക്കട്ട് കൊണ്ടുനടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല, കൊണ്ടുനടന്നു. പക്ഷേ കൃപാസനം കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താ നടക്കണത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടണത് ഒന്നും അറിയത്തില്ല, അതെന്താണെന്നൊക്കെ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവക്കൊന്നും അറിയാം, ഇതിലെന്തോ ഉണ്ടെന്നറിയാം. ഉള്ളതാരായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. അവൾ എന്നാ ചെയ്ത്, ആ ഉടമ്പടി തൈലം എടുത്തിട്ട് വയറ്റിലൊന്ന് പുരട്ടി. വെറുതെ പുരട്ടിയതാണ്. നിറയെ കുരുക്കളുള്ള, വെട്ടിക്കളയാൻ, മുറിച്ച് മാറ്റാൻ പറഞ്ഞ ഗർഭപാത്രത്തിൽ പുരട്ടി. ഒരു 17-20 ദിവസം കഴിഞ്ഞില്ല, അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷീസ് പ്രഗ്നൻറ്റ്, അവൾ ഗർഭിണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. ഇതറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. പക്ഷേ അറിയും മുമ്പ് നിങ്ങളുടെ മക്കളെ, ഇവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമുക്ക് അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കണം.
പിടികിട്ടിയ? അനുതാപം ഇല്ലാതെ നയിച്ചാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അനുഗ്രഹം, അവൾക്കൊരു അനുഗ്രഹം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അതേസമയം അത് നമുക്കൊരു മാതൃകയല്ല. കാര്യം എന്താണ്? നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളോട് ഈശോ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് എന്താ പറഞ്ഞത്? അനുതപിച്ചാൽ. അപ്പം ആ സ്ത്രീ പറഞ്ഞത് നമുക്ക് അനുഗമിക്കേണ്ട പ്രവർത്തിയാക്കാൻ ബാധ്യതയില്ല. നമ്മളോട് ആരാ പറഞ്ഞിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിരിക്കണത്? ഐസയ 1:18 എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ ശാശ്വത വഴികൾ എന്താണത്? അത് അനുതാപമാണ്. അനുതാപം എന്ന് പറയുന്നത് എന്താണ്? അതൊരു തരം ഏറ്റുപറച്ചിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. വലിയ പ്രബോധനം കർത്താവേ, ബഹുമാനപ്പെട്ട ധ്യാനഗുരുവിൽ നൽകുന്ന നന്ദി പറയുന്ന കർത്താവേ, അനുതപിച്ച് കർത്താവെ അഭിഷേകം പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. 1 യോഹന്നാൻ 1:9 എന്നാൽ ഏറ്റുപറഞ്ഞ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള അനീതികളിലും അസ്വസ്ഥതകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കും. എന്താണ്? പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്താ ചെയ്യുന്നത്? മനുഷ്യനത് വെറുത്തുപേക്ഷിക്കുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പട്ടിക വേലി അല്ലെങ്കിൽ പാട്ട് പാടണ പോലെയുള്ള പരിപാടിയല്ല. പാപങ്ങൾ ഏറ്റുപറയുക എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പറയണത് അത് വെറുത്തുപേക്ഷിക്കണം. കാര്യം എത്രയോ പേരാണ് അവരുടെ മദ്യപാനങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് കൃപാസനത്തിൽ. കാര്യം എന്താണ്? അവർ അമ്മയോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ അതിനൊരു പ്രത്യേക അനുഗ്രഹം കൊടുക്കും. കൃപാസനം ഈ ദിവസങ്ങളിലെ കൃപാസനത്തിന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത് യൂട്യൂബ് സ്റ്റുഡിയോ പറയുന്നുണ്ട്. ഏത് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയതെന്ന് വെച്ചാൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത്. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയാണിത് സബ്സ്ക്രിപ്ഷൻ. നത്തിങ്. ഇറ്റ് ഇസ് നോട്ട് എ ബിസിനസ്. ഞങ്ങൾ 2016 യൂട്യൂബിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പേര് 5 പൈസ ഞങ്ങൾക്ക് വേണ്ടെന്ന്. വേണമെങ്കിൽ നമുക്കൊരു ദിവസം 2 ലക്ഷമോ 3 ലക്ഷം രൂപ കിട്ടും. കാര്യം 5 ലക്ഷത്തോളം 4 ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം ചില അച്ഛന്മാർ തന്നെ ചോദിക്കും എത്ര രൂപ കിട്ടുന്നുണ്ട് അച്ഛാന്ന്. അപ്പം ഞാൻ അൾത്താറയിൽ നിന്ന് അമ്മയുടെ ഈശോയുടെ അടക്കെന്ന് പറയുകയല്ലേ, 1 നയ പൈസ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ യൂട്യൂബിൽ, ഞങ്ങൾക്കൊരു പൈസ വേണ്ടെന്ന്. എന്താ കാര്യം? ഈശോനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി കാശ് മേടിക്കണത് എങ്ങനെയാണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ അധരത്തിലിരിക്കുന്ന രക്ഷയെ സൗഖ്യമായി സമാധാനമായി നിങ്ങൾക്ക് നൽകണം. അതിനൊരു കൂലിവേല അല്ലത്. അതൊരു സുവിശേഷത്തിൻ്റെ അഭിഷേക പ്രവർത്തനമാണ്. ദൈവം തന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യണത്. നിങ്ങളും ചെയ്യാനത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ നിങ്ങളോട് ചെയ്ത പോലെ നിങ്ങളും ചെയ്യണമെന്നല്ല ഈശോ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തിനാണത്? ഒരു 100 സാക്ഷ്യങ്ങൾ അതിന്മേലുണ്ട്. ആ സാക്ഷ്യം 10 മനുഷ്യർ വായിക്കുമ്പോൾ അത് ഒരു കർത്താവിലേക്ക് തിരിച്ചു വരും. അവർ അനുതാപപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവർക്ക് സൗഖ്യം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന്
യാക്കോബിന്റെ 5:16. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ വചനാഭിഷേകം നൽകണമേ കർത്താവേ. ഈശോയെ ശ്രുതികട്ടെ ആരാധന. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടിരിക്കുന്നവരെ സ്പർശിക്കണമേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. എന്നിട്ട് പറഞ്ഞ മക്കളെ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം അക്രൈസ്തവർ ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുവേ, പക്ഷെ ഞങ്ങളെങ്ങനെ പാപങ്ങൾ ഏറ്റുപറയണത്? പരസ്പര പാപങ്ങളെ എൻ്റെ നാത്തിനോടെങ്ങാനും എൻ്റെ പാപങ്ങൾ പറഞ്ഞ് അവൾ എൻ്റെ പെടലിൽ തൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഏറ്റുപറയുകയെന്ന് വെച്ചാൽ വെറുത്തുപേക്ഷിക്കുന്ന അർത്ഥം. സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റുപറച്ചിലുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ ഞാൻ കുമ്പസാരക്കൂട്ടിട്ട് കണ്ട കോവിഡ് കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട് ഉണ്ടാക്കിയത് 40,000 രൂപയാണ്. എന്തിനാണ്? കോവിഡ് കാലത്ത് ആർക്കെങ്കിലും കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഈസിയായിട്ട് കുമ്പസാരിക്കാം. എന്താ കാര്യം? കർത്താവിൻ്റെ വചനത്തിലെ പാപം ഏറ്റുപറയേണ്ടതാണ്. എന്തിനാണ്? നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങൾ ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, അച്ഛാ ഞങ്ങളാരോട് ഏറ്റു പറയണം? നിങ്ങൾ ആരോടും ഏറ്റു പറയണ്ട. നിങ്ങൾ കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? ഞാൻ പാപം ഉപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം പാപമോചനം അവൻ്റെ പേരിലാണ്, അല്ലേ? ഭൂമിയിൽ ഇപ്പം മർക്കോസിൻ്റെ നമ്മുടെ 5:9 വായിക്കുമ്പോൾ എന്താ പറയണത്? ഭൂമിയിൽ പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നറിയേണ്ടതിന് നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഇപ്പം ഏറ്റുപറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പൂർണ്ണമായി പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്നാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ അബോർഷൻ വന്നുപോയി, അബോർഷൻ വന്നുപോയെങ്കിൽ പിന്നീട് ഇനി ഒരു കാലത്ത് ഇനിയൊരു ടൈമിൽ അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾ മദ്യപിക്കുന്നവരാണ്. ഏറ്റുപറയുക എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാൻ ഈശോയുടെ നാമത്തിൽ, ഈശോയ്ക്ക് എൻ്റെ ജീവിതം കൊടുത്തു, ഞാൻ ഇനി ഈശോയുടെ നാമത്തിൽ മദ്യപിക്കത്തില്ല. ഒരിക്കലും ഈശോയുടെ നാമത്തിൽ ഇത് പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ, എല്ലാം കൂടെ ഒരുമിച്ചല്ല. നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ആ ഈശോയുടെ നാമത്തിലെ തിന്മയെ വെറുത്തുപേക്ഷിക്കുക. കാര്യം അവൻ പാപത്തിന് പരിഹാരമായവനാണ്. അപ്പം കർത്താവിൻ്റെ അവൻ ഇപ്പം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ കൂടെയാണ് ഞാനും ഒരു പരിഹാരം ചെയ്യണത്. എന്താണ്? എനിക്ക് ഇന്ന് സുഖിപ്പിക്കുകയും നാളെ ദുഃഖിപ്പിക്കുകയും എൻ്റെ കുടുംബത്തെ കടത്തിലാഴ്ത്തുകയും എൻ്റെ ശരീരത്തെ കൊല്ലുകയും ചെയ്യുന്ന ഒരു തിന്മയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പരിഹാര നാമത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സുഖം ഇനി എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നു. പ്രാർത്ഥിക്കുക, നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ സുഖിപ്പിക്കുന്ന, ഇന്ന് സന്തോഷിപ്പിക്കുന്ന, നാളെ ദുഃഖിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന, എൻ്റെ ശരീരത്തെ കൊല്ലുന്ന എല്ലാ തിന്മകളെയും പാപങ്ങളെയും യേശുനാമത്തിലെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഇതിനാണ് യേശു കർത്താവാണെന്ന് ഏറ്റുപറയണത്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുവിനെ പ്രാപിക്കണത്. റോമ 10:9. അപ്പം ഞാനൊരു തിന്മയെ യേശുനാമത്തിൽ വെറുത്തുപേക്ഷിക്കുമ്പോഴാണ് ഞാൻ യേശു കർത്താവാണെന്ന് ഏറ്റുപറയണത്. അല്ല, വെറുതെ യേശു കർത്താവാണെന്നൊരു കാര്യമില്ല. യേശു തിന്മയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച പീഡാസഹനങ്ങളോട് കൂടി പാപം എനിക്ക് തരുന്ന വരുമാനം,
പാപം എനിക്ക് തരുന്ന സുഖം, പാപം എനിക്ക് തരുന്ന ലാഭം. കൈക്കൂലിക്കാരനാണെങ്കിൽ നിങ്ങളെങ്കിൽ ആ കൈക്കൂലി ഉപേക്ഷിക്കണം. കിമ്പളക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ കിമ്പളം ഉപേക്ഷിക്കണം. എന്താ കാര്യം? എനിക്ക് യേശുവിനെ മതി. യേശുവിനെ അങ്ങനെ സൗജന്യമായിട്ട് കിട്ടത്തില്ല. എന്താണ്? അവൻ പാപത്തെ വെറുക്കുന്നതായതുകൊണ്ട് പാപത്തെ വെറുക്കുന്നവരെ മാത്രമേ അവന് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ദൈവം നിങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളെ പാപത്തോടു കൂടി അവൻ ഉൾക്കൊള്ളത്തില്ല. പാപത്തെ വെറുത്തുപേക്ഷ. അങ്ങനെയാണ് യേശു. അതാണ് യേശു കർത്താവ് എന്ന് പറയണത്. റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം, ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം എന്താണ്? നീ ഇവിടെ എന്ത് സുഖങ്ങൾ, എന്ത് സ്നേഹം, സമ്പത്തും ഒക്കെ ഉണ്ടായാലും നിത്യത നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? യേശു നിനക്ക് നിത്യത തരും. അതുകൊണ്ടാണ് നീ യേശുവിൽ നിന്ന് നമുക്ക് ആത്യന്തികമായി ലഭിക്കണത് എന്താണ്? നിത്യരക്ഷയാണ്. എന്നുവെച്ചാൽ നിത്യമായി മരിക്കാത്ത നിത്യസൗഭാഗ്യമെന്ന് പറയും. ഈ നിത്യസൗഭാഗ്യം സത്യമാണെന്ന് ഒരു പക്ഷേ നേരിട്ടറിയാവുന്ന വളരെ ചുരുക്കം വൈദികനാണ് ഞാൻ. എന്താണെന്ന് ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണ്. അപ്പം എനിക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ നേരെ കണ്ടതല്ലേ. എനിക്ക് 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ലോകത്തിലുള്ള എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ലൂർദിലൊക്കെ 30 മീറ്റർ അകലെയാണ്. ഫാത്തിമയിലാണെങ്കിലും 10-28 മീറ്റർ അകലെയാണ് പിള്ളേരെ മാതാവിനെ കണ്ടത്. ഞാൻ അമ്മയെ 1 മീറ്റർ അടുത്ത് കണ്ട ആളാണ്. അത് നിത്യസൗഭാഗ്യം എന്താണ്, നിത്യരക്ഷ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിത്യരക്ഷയായിട്ട് നിങ്ങൾ ഇന്നൊരു മദ്യപാനം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കള്ളക്കണക്ക് CA-ക്കാരൊക്കെ കള്ളക്കണക്ക് ഇടുകയല്ലേ. അപ്പോൾ കമ്പനിക്ക് വേണ്ടി കള്ളക്കണക്കിട് അതൊക്കെ നിങ്ങൾക്ക് ആത്മരക്ഷയ്ക്ക് കേടില്ലാത്ത രീതിയിൽ ബുദ്ധിപരമായിട്ട് എഴുതാൻ കഴിയണം. കാര്യം കമ്പനിക്ക് നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ആത്മാവ് പണയപ്പെടുത്തുകയും ചെയ്യരുത്. അങ്ങനെ ഒരു രീതിയിലേക്ക് നീ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കേട്ട് യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്താണ് യേശു എന്ന് പറയുന്നത്? നിത്യപിതാവിൻ്റെ പരിശുദ്ധനായ സന്തതിയാണ്. അപ്പം പരിശുദ്ധനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധീകരണം വേണം. ഇതിനാണ് ഏറ്റുപറച്ചിൽ വരണത്. ഇപ്പം ഏറ്റുപറച്ചിൽ ഈ നമ്മൾ ഏറ്റെടുക്കാതെ ഒരിക്കലും നമുക്ക് ഏറ്റു പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ഇപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ നിത്യരക്ഷയാണ് അവിടെ പറയണത്. നിത്യരക്ഷയാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. പക്ഷെ എന്താ വിഷയം പറയണത്? യേശു കർത്താവാണെന്ന് ഇങ്ങനെ ഏറ്റുപറയാൻ പറ്റത്തില്ല. ഏറ്റെടുക്കാതെ ആർക്കും ഏറ്റുപറയാൻ പറ്റത്തില്ല. ആദ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്താണ്? 2000 വർഷങ്ങളായിട്ട് ഇന്ന് വരെ യേശുവിനെ ഏറ്റെടുക്കുന്ന ഇത്തരം പെർഫെക്റ്റ് ഫോർമുലയുള്ള ഒരു ദൈവികമായ വെളിപാട് സഭയ്ക്ക് ഏറ്റവും അപൂർവമായിട്ട് കിട്ടുന്ന ഇതാണ്. എന്താ കാര്യം? ഉടമ്പടി നിങ്ങളെ ഏറ്റുപറയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണ മുമ്പ് തന്നെ നിങ്ങളെ യേശുവിനെ ഏറ്റെടുക്കുന്നവരാക്കും. ഇപ്പം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ എന്താണ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നിങ്ങൾ യേശുവിനെ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. അമ്മ എന്താണ്? ഇതെന്താ? മരിയൻ ഉടമ്പടിയാണ്. അമ്മ എന്താ ചെയ്തത്? അമ്മ യേശുവിനെ ഏറ്റെടുത്തു. യേശുവിനെ ആരിൽ നിന്ന് ഏറ്റെടുത്തു? പരമപിതാവിൽ നിന്ന് ഏറ്റെടുത്തു. യേശുവിനെ എങ്ങനെ ഏറ്റെടുത്തു? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തു അല്ലേ? ലൂക്കാ 1:38 എന്താ വായിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതിനുവേണ്ടി അവരാരായി മാറി? അവർ വാള് നിൻ്റെ ഹൃദയത്തിൽ, നീ ഇത് ഏറ്റെടുത്ത കാരണം നിൻ്റെ ഹൃദയത്തിലെ ഒരു വാള് തുളച്ചു കയറുമെന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ കടോര വ്യതയാണ് യേശുവിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയെങ്കിൽ ആ വ്യതയോടുകൂടി അമ്മ യേശുവിനെ ഏറ്റെടുത്തപ്പോഴേ ആ ഏറ്റെടുത്ത അമ്മയാണ് കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയെ ഏറ്റുപറയുമ്പോഴേ ആ ഏറ്റുപറയുന്ന അമ്മയെയാണ് ലോകത്ത് നൽകിക്കൊണ്ട് ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മയെന്ന്
ഈശോ പറഞ്ഞെങ്കിൽ ആ ആയപ്പിച്ച അമ്മയാണ് നമ്മൾ ഇപ്പോഴേറ്റെടുത്തിരിക്കുന്നതെങ്കിൽ അമ്മയോട് കൂടെ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണ പോലെ ആ അമ്മ പറയണ ചെയ്യുന്നതിലൂടെ നമ്മൾ യേശുവിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത് ഇല്ലേ? ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഇപ്പോൾ പത്രം കൊണ്ടുപോയി നിങ്ങൾ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യണത്? യേശുവിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടിയിലൂടെ രോഗിയെ ശുശ്രൂഷിക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു. നിങ്ങളെന്താ ചെയ്തത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 25-ാം വചനത്തിൽ യേശുവിനെ ഏറ്റെടുക്കുകയാണ്. യേശുവിനെ ഏറ്റെടുപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. യേശുവിനെ ഏറ്റെടുക്കുന്നവരെ യേശുവിനെ ഏറ്റുപറയുന്നവരെ യേശുവിൻ്റെ സൗഖ്യവും 1 കൊരിന്ത്യർ 1:24 എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാകുന്ന യേശുക്രിസ്തു, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വചന പ്രഘോഷത്തിലൂടെ എന്നിലൂടെ നിങ്ങളിലേക്ക് വരണത്. അതെന്താ നിങ്ങൾക്ക് തരാൻ പോണത്? ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് എന്താ തരാൻ പോണത്? നിങ്ങളുടെ സാമ്പത്തിക കടങ്ങൾ മോചിപ്പിക്കും, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കും, രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറ്റും, നിങ്ങളുടെ കുടുംബത്തെ ഭൗതികമായിട്ടും ആത്മീയമായിട്ട് നിത്യരക്ഷവരെ ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ഉത്തമമായ പ്രാർത്ഥനയാണ് ഉടമ്പടിയായിട്ട് നിങ്ങളെ വിളിക്കണമെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഉടമ്പടിയെ അതേ ഭവ്യതയോടെ പ്രാർത്ഥനയോടെ സമീപിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുട്ട എന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഏറ്റെടുക്കാനുള്ള കൃപ നൽകണമേ. കർത്താവേ കുടുംബ സമാധാനമില്ലാത്തവര്, മാരക രോഗങ്ങളിൽ കഴിയുന്നവര്, ഉടമ്പടിയിൽ 6 നിയോഗങ്ങളില് ഇപ്പോൾ ഈശോ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും, ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള മക്കള്, ശുശ്രൂഷയിൽ പങ്കെടുത്ത മക്കള് ഈശോ സ്പർശിക്കുകയാണ്. ഈ ശുശ്രൂഷയിലായ തത്സമ നിയോഗമെടുത്ത് ഈശോ സ്പർശിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അഭിഷേകം ചൊരിയണമേ. ഈശോയെ ആരാധന. കർത്താവേ ബഹുമാനി ഓർമ്മപ്പെട്ടതിനെ കൊടുക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. പരിശുദ്ധ പിതാവിനെ ആശീർവദിക്കണമേ. സകല കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികര്, സന്യസ്തരെ ആശീർവദിക്കണമേ. ഈശോയെ ആരാധന. എല്ലാ ധ്യാനകേന്ദ്രങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ, കർത്താവിനെ ഏറ്റെടുക്കാൻ ഈശോയെ ശക്തി വരണമേ. ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കുടുംബ സമാധാനമില്ലാത്തവര്, തെറ്റായ അവസ്ഥയിൽ കഴിയുന്നവര്, കടക്കടിയിൽ കഴിയുന്നവരെ ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ ജോസഫിന്റെ പ്രാർത്ഥിച്ചു പോയ മക്കള്, മാരക രോഗികൾ കഴിയുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ അങ്ങ് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകത്തിൽ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥന ഓരോ മക്കളെയും സ്പർശിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഓരോ കുടുംബങ്ങളിൽ അനുഗ്രഹമാവുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഓരോ കുടുംബങ്ങളിലെ 6 നിയോഗങ്ങളിൽ ചെയ്യുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഇതാ ഓരോ വ്യക്തികളെയും സ്പർശിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ഈശോ വിവാഹത്തിന്റെ ഓരോ പ്രോജക്റ്റുകളെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധപ്പെടുത്തുന്ന തിരുസഭയുടെ മേൽ ദൈവത്തിന്റെ ആശീർവാദം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപ്തി നടപടി കഴിയുന്നവരെ ഈശോ ഏറ്റെടുക്കുകയാണ്.
കുരിശിൽ കുടുങ്ങിക്കഴിയുന്നവരെ ദിവികാരുടെ ഈശോ ഏറ്റെടുക്കുകയാണ്. അന്ധകാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ദിവികാരുടെ ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്തപിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും Praise the Lord. Praise the Lord.